ഇനി നാം മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഖബറിലേക്ക് പ്രതിഫലങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നാലാമത്തെ സൽപ്രവൃത്തിയെക്കുറിച്ച്, സൽക്കർമ്മത്തെക്കുറിച്ച് നാം അറിയുക, മനസ്സിലാക്കുക. എന്താണെന്നറിയുവോ? കേട്ടോളിൻ. ആദരമാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, ആദമിന്റെ മക്കൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ഖബറിലേക്ക് പ്രതിഫലങ്ങൾ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന നാലാമത്തെ സൽക്കർമ്മം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, ഔ ഖറസൻ നഖ്ലാ, ഒരു ഈത്തപ്പന മരമുണ്ടല്ലോ, നടലാണെന്ന്. അതായത് ഒരു മരം, ഒരു വൃക്ഷം, ഒരു ചെടി നടലാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാ. എന്താണ് പ്രിയപ്പെട്ടവരെ? ഔ ഖറസ നഖലൻ, ഹദീസിൽ വന്നിരിക്കുന്നത് ഒരു ഈത്തപ്പന നടലാണെന്നാണ് അള്ളാന്റെ റസൂല് പറഞ്ഞത്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു നാട്ടിലെ എല്ലാ നാടുകളിലും ഈത്തപ്പനം എന്ന് പറയുന്ന മരം വളരണമെന്നില്ലല്ലോ. അപ്പൊ ഇവിടെ അള്ളാന്റെ റസൂല് പറഞ്ഞത് ഒരു മരം, ഒരു വൃക്ഷം അല്ലെങ്കിൽ ഒരു ചെടി നീ നടലാണെന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. കാരണം ഒരു വൃക്ഷം, ഒരു ചെടി നീ നട്ടു കഴിഞ്ഞാൽ അത് എന്താണ്, നിന്റെ മരണത്തിന് ശേഷവും ആ ചെടി വളർന്ന് ഒരു വൃക്ഷമായി മാറുമ്പോൾ അതിൽ നിന്ന് ആരൊക്കെ എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്തുന്നവോ അതിൻ്റെ എല്ലാം പ്രതിഫലം നിന്റെ ഖബറിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ. കേട്ടോളിന്, ഒരു ചെടി നീ നടുകയും അത് വളർന്നൊരു വൃക്ഷം മാറുമ്പോ അത് എത്രയെത്ര മനുഷ്യർക്ക് തണലായിട്ട് അത് മാറുകയും ചെയ്താൽ, അതിലൂടെ എത്രയെത്ര മനുഷ്യർ വിശ്രമിക്കുകയും തൻ്റെ ആവശ്യ പൂർത്തീകരണം നടത്തുകയും ചെയ്താൽ അതിൻ്റെ പ്രതിഫലം ഈ ചെടി, ഈ വൃക്ഷം നട്ട്, ആദ്യം ഈ വൃക്ഷം നട്ടുപിടിപ്പിച്ച നീ ഖബറിലാണെങ്കിൽ നിന്റെ ഖബറിലേക്ക് ഇങ്ങനെ പ്രതിഫലങ്ങൾ ഒഴുകിക്കൊണ്ടല്ലേ ഇരിക്കുന്നത്. മുഅ്മിനീങ്ങളെ, നാം ചിന്തിക്കണം. ഇനി നീ ഒരു ചെടി നടുകയും അത് വളർന്നൊരു വൃക്ഷമായി മാറുമ്പോൾ അതിനെ ഉപകാരപ്പെടുത്തുന്ന രീതിയിൽ പക്ഷികൾ താമസ സൗകര്യമാക്കുകയും ആ വൃക്ഷത്തിൽ നിന്ന് ഫലങ്ങൾ ഭക്ഷിക്കുകയും ചെയ്താൽ, അത് ദുആ ചെയ്യുകയും ചെയ്താൽ നിന്റെ ഖബറിലേക്കല്ലേ അതിൻ്റെ പ്രതിഫലങ്ങൾ ഇങ്ങനെ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എന്റെ മുഅ്മിനീങ്ങളെ, നാം മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താണ്? ഇർഹമു മൻ ഫിൽ അർളി ഇർഹമുക്കും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ, ഇന്ന് നീ ഒരു ചെടി നടുമ്പോൾ, ഒരു ചെടി നടുമ്പോൾ അത് വളർന്നൊരു വൃക്ഷമായി മാറുമ്പോൾ അതിലൂടെ എത്ര പക്ഷിപ്പറവകൾ വന്ന് താമസ സൗകര്യമാക്കുകയും അതിന് ഭക്ഷണത്തിനുള്ള ഒരു സൗകര്യമാവുകയും ചെയ്താൽ അത് ഈ സഹജീവികളായ ഈ ഭൂമിയിലുള്ളവരോട് നീ കരുണ കാണിക്കുന്നതിന് തുല്യമല്ലേ? അതിന്റെ പ്രതിഫലം നിന്റെ ഖബറിലേക്ക് ഇങ്ങനെ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുകയല്ലേ? മുഅ്മിനീങ്ങളെ, ചിന്തിക്കണം. ഇനിയും നീ ഒന്ന് ചിന്തിക്കുക. നീ ഒരു ചെടി നടുകയും അത് വളർന്നൊരു വൃക്ഷമായി മാറുമ്പോൾ ആ വൃക്ഷത്തിന്റെ തണലിലിരുന്ന് ഏതെങ്കിലും അള്ളാഹുവിന്റെ സ്വാലിഹായ മനുഷ്യരെ വന്നിരുന്നു കൊണ്ടൊരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ, ഒരു അൽഹംദുലില്ലാഹ് ചൊല്ലിയാൽ അതിന്റെ പ്രതിഫലം നിന്റെ ഖബറിലേക്കല്ലേ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. നീ ഒരു ചെടി നടുകയും അത് വളർന്നൊരു വൃക്ഷമായി മാറുമ്പോ അതിന്റെ തണലത്തിരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ നൂറാനിയത്തായ പരിശുദ്ധമായ ഇൽമ ഏതെങ്കിലും ഒരു കുട്ടി പഠിക്കുകയും അല്ലെങ്കിൽ ഏതൊരു മനുഷ്യൻ അതിനെ പഠിക്കുന്നതിന് വേണ്ടി ആ മരത്തിന്റെ തണൽ
തണലിനെ പ്രയോജനപ്പെടുത്തിയാല് അതിന്റെ പ്രതിഫലവും നിന്റെ ഖബറിലേക്കല്ലേ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നാം ചിന്തിക്കണം. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ചെടികൾ നടുക, കാരണം അത് ജാരിയായ സ്വതക്കയാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. നീ ഒരു ചെടി നടുകയും അത് വളർന്നൊരു വൃക്ഷമായി മാറുകയും അതിനെ കൊണ്ട് ആളുകൾക്ക് എന്താണ് പ്രയോജനപ്പെടുത്തുകയും ചെയ്താൽ അതിലൂടെ ഖബറിൽ നിന്റെ ജീവിതം സന്തോഷത്തിലും സമാധാനത്തിലുമാകും. അതിലൂടെ നിന്റെ ആഖിറമല്ലേ നിനക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കുന്നത്. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. അതുകൊണ്ട് നമ്മെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നാം എന്ത് ചെയ്യണം? ചെടികൾ നട്ടുപിടിപ്പിക്കണം അള്ളാഹുവിന്റെ ഈ ഭൂമിയില്. കാരണം അത് ജാരിയായ സ്വതക്കയാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നാം ഓരോരുത്തരും ഒരു കർഷകനായി മാറാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്.